ഗസ വെടിനിർത്തൽ കരാറിനെ അനിശ്ചിതത്വത്തിലാക്കി ഇസ്രായേൽ നീക്കം. കരാർ വ്യവസ്ഥകൾ അംഗീകരിക്കാനുള്ള ഇസ്രായേൽ മന്ത്രിസഭയുടെ വോട്ടെടുപ്പ് നടന്നില്ല. ഹമാസ് കരാറിൽ നിന്ന് പിന്നോട്ടു പോകുന്നതായി ആരോപിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വോട്ടിംഗ് നിർത്തിവെച്ചത്. അതേസമയം കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായി അംഗീകരിക്കുമെന്ന് ഹമാസ് നേതാവ് ഇസത്ത് അൽ റാഷിഖ് വ്യക്തമാക്കി. മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട്. മുജീബ്, വോട്ടെടുപ്പ് വൈകുകയാണ്, വലിയ അനിശ്ചിതാവസ്ഥ, എന്താണ് സംഭവിക്കുന്നത്? ധന്യ, ഗസ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാൻ ഏതാനും ദിവസങ്ങൾ, അതായത് ഈ അടുത്ത ഞായറാഴ്ച മുതൽ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരികയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം ഉണ്ടാകുന്നത്. ഇസ്രായേലിൻ്റെ അടിയന്തര യുദ്ധകാല ക്യാബിനറ്റിൽ വോട്ടെടുപ്പിനിടുകയായിരുന്നു ഈ കരാർ വ്യവസ്ഥകൾ അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ. ഏറെക്കുറെ ഈ മൊസാദ് മേധാവി ഉൾപ്പെടെയുള്ളവർ ദോഹയിൽ നടന്ന ഈ ചർച്ചയിൽ ഇസ്രായേലിൻ്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചൊരു കരാറിനാണ് അവസാന നിമിഷത്തിൽ ഈ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ വോട്ടെടുപ്പ് നീണ്ടുപോകുന്നത്. ഈ ഘട്ടത്തിൽ അവസാനം പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തന്നെയാണ് അറിയിക്കുന്നത്. ഹമാസ് ഈ കരാറിൽ നിന്ന് പിന്മാറി എന്നൊരു പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത്. അതേസമയം ഹമാസിൻ്റെ നേതാവ് ഇസത്ത് അൽ റാഷിഖ് ഇത് നിഷേധിക്കുകയാണ്. പൂർണ്ണാർത്ഥത്തിൽ മധ്യസ്ഥർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കരാർ വ്യവസ്ഥകളെയും അംഗീകരിക്കാൻ ഈ ഹമാസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നെതന്യാഹു അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഇങ്ങനെ ഒരു കരാറിലേക്ക് നെതന്യാഹു എത്തിച്ചേരുമ്പോഴും തീവ്ര സയനിസ്റ്റുകളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ്, അദ്ദേഹം നിസ്സഹായനാവുകയാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു സന്ദേശം കൂടി ഈ ട്വീറ്റിലൂടെ വരുന്നുണ്ട്. ഏതായിരുന്നാലും ഈ കരാർ യാഥാർത്ഥ്യമാകാനിരിക്കെ അവസാന നിമിഷമാണ് ഇങ്ങനെ ഒരു പിന്മാറ്റം, അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും ഒരു ഉടക്കിടുന്ന സാഹചര്യത്തിലേക്ക് ഈ മന്ത്രിസഭാ യോഗം എത്തിച്ചേർന്നത്. ഏറ്റവും അവസാനമായി ബെന്യാമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ കരാർ വ്യവസ്ഥകളിലെല്ലാം അതേപടി പാലിക്കുമെന്ന് ഹമാസ് ഉറപ്പ് നൽകണം. എങ്കിൽ മാത്രമേ തങ്ങളുടെ മന്ത്രിസഭയ്ക്ക് ഇതൊരു വോട്ടെടുപ്പിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് ബെന്യാമിൻ നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളറിയണം, ഇന്ന് ഏറ്റവും വലിയൊരു പ്രതിഷേധം ഈ സയനിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന്, തീവ്ര സയനിസ്റ്റ് കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെടിനിർത്തൽ കരാറിനെതിരെ തെല്ലവീവിലും അതോടൊപ്പം തന്നെ ജെറുസലേമിലും വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ജെറുസലേമിലെ പ്രതിഷേധം നെസറ്റ് ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇസ്രായേൽ ബ്ലഡ് ഈസ് നോട്ട് ചീപ്പ് എന്ന ഒരു മുദ്രാവാക്യമാണ് ഈ പ്രതിഷേധക്കാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കരാർ വ്യവസ്ഥകളിൽ സൈന്യത്തിൻ്റെ പൂർണ്ണമായ പിന്മാറ്റവും വലിയ തോതിലുള്ള ഫലസ്തീനി തടവുകാരെ വിട്ടുകൊടുക്കാനുള്ള, ബന്ദികൾക്ക് പകരമായി വിട്ടുകൊടുക്കാനുള്ള ഉപാധിയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്രായേലിന് നാണക്കേടാണ് എന്ന തരത്തിലാണ് തീവ്ര സയനിസ്റ്റുകളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയ്ക്കകത്തും ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കരാർ വ്യവസ്ഥ ഇസ്രായേലിന് നാണക്കേടാണ് എന്ന തരത്തിൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് പോവുകയും അവസാന നിമിഷം ഈ കരാറിന് ഉടക്കിടുന്നതിലേക്ക് ഇസ്രായേൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഹമാസിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരാറിൽ നിന്ന് അവർ പിന്മാറാനുള്ള ശ്രമം നടത്തുന്നത്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും? അമേരിക്ക ഇതുവരെ തുടർന്നു വന്ന സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കരാറിൽ എത്തേണ്ടി വന്നത്. ഇനിയും അമേരിക്ക ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് ഉയർത്തുക? പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരേണ്ടത്. തിങ്കളാഴ്ച, അതായത് ഈ ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറുകയാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ സാധ്യമാകണമെന്നതായിരുന്നു അമേരിക്കയുടെ നിർബന്ധം. ആ അർത്ഥത്തിൽ ആ ഒരു സമ്മർദ്ദത്തിൽ നിന്ന് എത്രമാത്രം ഇസ്രായേലിന് മാറി നിൽക്കാനാകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി മുജീബ്.